ബാക്ക് യാത്രാ മോഡ്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ കൊണ്ട് വന്നിരിക്കുന്നത് എലവീഴ പൂഞ്ചിറയിലാണ്. ഇവിടുത്തെ വൈബ് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യാത്രാ മോഡ്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ ഇലവീഴ പൂഞ്ചിറയിലേക്കാണ്. പിന്നെ ഫുൾ രാവിലെ തൊട്ട് മഴയൊക്കെ ആയതുകൊണ്ട് നോർമലി എല്ലാ ദിവസവും ഇലവീഴ പൂഞ്ചിറയിൽ കോടയുണ്ടാവും. പിന്നെ എന്തായാലും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്ന് പോയി ഏത് ലെവലിൽ വരെ കോടയുണ്ട് എന്നൊന്ന് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഒരു 10-15 കിലോമീറ്ററോടെ ഉണ്ട്. നമ്മൾ ഇലവീഴ പൂഞ്ചിറ സൈഡിലേക്ക് വന്നപ്പോൾ തന്നെ ഫുള്ള് കോടയാട്ടോ. ഇപ്പം ഏകദേശം ഒരു സമയം 7 മണിയൊക്കെ ആവാറായി. നമ്മളെന്തായാലും ബാക്കി കാഴ്ചകൾ പോകുന്ന വഴിക്ക് എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള മെയിൻ റോഡ് എത്തിക്കഴിഞ്ഞു. എന്താന്നറിയില്ല, ഇവിടെ വന്നപ്പോഴേ കോടയൊക്കെ പോയി. ബ്യൂട്ടി ആടാരാളവിടെ കുട്ടിയിട്ട് തലയിൽ ഇപ്പളെ ചേച്ചി അവിടെ നിന്ന് മഴ ഉല്ലാസയാത്ര വണ്ടിയല്ലേ? ഉല്ലാസയാത്രക്കാര് സാക്ഷി പറയേണ്ടി വന്നാനെ. അടി മോനെ ഒന്നുമില്ല. സ്പെഷ്യൽ ബസ്സാ, ചാർട്ടേഡ് സ്പെഷ്യൽ ബസ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ പടക്കുതിര കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇലവീഴ പൂഞ്ചിറ റോഡിലേക്ക് കയറിയപ്പോഴത്തേനും ഭയങ്കര മഞ്ഞ്. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങി മഞ്ഞ് ആസ്വദിക്കാമെന്ന് ഓർത്തു. ഉല്ലാസയാത്രയാണോ? അതേല്ലേ. അല്ലടാ, വഴി ഇത്ര അടിപൊളിയല്ലേ? പണ്ട് വഴി ഉള്ളിലായിരുന്നു. അയ്യോ, ശരിയല്ലേ, പണ്ട് ഫുള്ള് കല്ലായിട്ട് ഓഫ് റോഡ്. എടാ, ഞാൻ ഒരു 3-4 വർഷം മുമ്പ് വന്നാന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഏതാണ്ട് നമ്മുടെ ഇലവീഴ പൂഞ്ചിറയുടെ ടോപ്പിലേക്ക് എത്താറായി. ഇനി മാക്സിമം ഒരു 1/2-3/4 കിലോമീറ്റർ കാണുള്ളൂ. നമ്മൾ താഴേന്ന് പക്ഷെ നമുക്ക് കിട്ടിയ അത്രയും കോട നിലവിൽ ഇപ്പം ഇവിടെ വന്നപ്പോൾ ഇല്ല. എന്തായാലും നമ്മൾ പിന്നെ ഇവിടെ കോട പെട്ടെന്ന് വരുന്നതുകൊണ്ട് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും വരും അല്ലേ? പിന്നല്ല, അത്രേ ഉള്ളൂ. അതെ, വരില്ലേ? എല്ലാവരും നീന്തിയാണെങ്കിലും കോട വരുമെന്ന് അഭിപ്രായം പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും വരുമെന്ന് നോക്കാം. ദേശയിലുണ്ടാവോ? അടിന്റെ മോനെ, ആ നാക്കുണ്ടല്ലോ. ഐസ്ക്രീമോ? എടാ, അവന്മാര് കട അടച്ച് പോകാൻ തുടങ്ങി. നമുക്ക് അങ്ങോട്ട് വണ്ടി കയറ്റാവോ? ചെറിയൊരു എടാ, മണ്ടവരെ ഇപ്പൊ കയറ്റി വിടുവോ? ഇല്ലല്ലോ, ഇവിടെ വരെ കയറി പോസുമായിട്ട് അടിയോ. ഇവിടെ വരെ പോകുന്ന കുഴപ്പമില്ല. എടാ, നമ്മള് പണ്ട വണ്ടി ഇടുന്ന സ്ഥലം അതെവിടെയാ? അതവിടെയാണോ? അത് തന്നെ. ഞാനിപ്പോ വന്നിട്ട് 2-3 വർഷം ആയോണ്ടേ. നാളുകൾക്ക് ശേഷം, കൊറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത്. പോലീസിന്റെ വട്ടം പോലെ കാരണം പോലീസ് ഉണ്ടാവുന്നല്ലേ. നമ്മളങ്ങോട്ട് കയറി പോകുന്നില്ല. നല്ല ജോലി. ആ കിടക്കുന്ന പോലീസ് വണ്ടി അല്ലേ? പോലീസ് വണ്ടി പോലല്ലേ? ഓടിച്ചുവിടും നമ്മളെ? ഇല്ലായിരിക്കും അല്ലേ? മഴയ്ക്കല്ലേ? ഓടിച്ചു വിട്ടോണ്ടാണോ മുമ്പ് എല്ലാവരും പോയെ? കൺഫേം. എന്റെ അമ്മേ,
അങ്ങനെ നമ്മൾ ഓഫ് റോഡ് അടിക്കുന്നത്. ഓഫ് റോഡ് ബൈക്സ്. കൂർത്ത കല്ലുകളൊക്കെ നിൽക്കുന്നു. അതൊക്കെ ആയിട്ടില്ല. നമുക്ക് താറല്ലേ കയറി അവിടെ കുഴിയാടും ബ്രോ. ഓ ഒന്നും കാണത്തില്ല കേട്ടോ. അതെ കുഞ്ഞുകീറം കേട്ടെ. ഇനി 4x4 ഇല്ലല്ലോ. ഈ വെളിവില്ലാത്ത എന്നെ ചെയ്യണല്ലേ. കഴിഞ്ഞ ദിവസം മറ്റവിടെ പോയില്ലേ രാമകൽമേട്. വണ്ടി സൈഡൊക്കെ അപ്പം നമുക്ക് വീഡിയോയിൽ ഫുള്ള് ഇരുട്ടായതുകൊണ്ട് വേറെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്ന് ആ ഒരു വൈബ് സ്വന്തമായി എൻജോയ് ചെയ്യാന്നുള്ള ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇപ്പം ആകെ നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കയറി വന്നപ്പം കുറേ വണ്ടികൾ ഇറങ്ങി പോകുന്നുണ്ട്. നമ്മളൊരു 7 മണി റേഞ്ച് ആയപ്പോഴത്തേനും ഇങ്ങോട്ട് വന്നേ. എന്തായാലും മഴയും ഇടിയൊന്നും നിലവിലില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഒന്നും നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇവിടുന്ന് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഏത് സൈഡിലേക്ക് തിരിച്ചാലും ഫുള്ള് ഇരുട്ട്. ഒറ്റ വണ്ടി പോലും ഇല്ല, ആകെ നമ്മുടെ വണ്ടി മാത്രം. നമ്മുടെ വണ്ടി നമ്മുടെ പിള്ളേർ മാത്രമുണ്ട്. പിള്ളേർക്ക് ഇവിടെ വന്ന് ഫുള്ള് വൈബ് കേട്ടോ. പക്ഷെ ഭയങ്കര കോട, പക്ഷേ ഒട്ടും തണുപ്പില്ല. ചെറിയൊരു തണുപ്പെന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാനിവിടെ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പണ്ട് ഒരു 4 വർഷമൊക്കെ മുമ്പാന്ന് തോന്നിട്ട് അവസാനമായിട്ട് വന്നേ. പക്ഷെ അന്ന് ഈ റോഡൊക്കെയാണ് ഫുൾ ഓഫ് റോഡ്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ പണ്ട് പഴയ പാഷംബ്രോയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്നേ. നമ്മൾ വണ്ടി നശിപ്പിക്കാൻ മനസ്സിലാത്തതുകൊണ്ട് അവിടെ ഒരു അങ്ങ് താഴെ എനിക്ക് തോന്നുന്നു 2 കിലോമീറ്ററിലും താഴെ ഞങ്ങൾ വണ്ടി വെച്ചിട്ട് നടന്ന വന്നേ. അവിടെ ചുറ്റി ഇവിടെ വന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് ഓർക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എല്ലാം മാറി, ഭയങ്കര കിടിലൻ. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടി ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വിലാസയാത്ര KSRTCയുടെ വണ്ടിയുണ്ട്. എനിക്കറിയില്ലായിരുന്നു, ഞാനിപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് അത് ശരിക്കും കാണുന്നത്. ഇന്നിപ്പം അധികം മുകളിലേക്ക് കയറി പോകുന്നില്ല. കാരണം നിങ്ങൾ പടമൊക്കെ കണ്ടിട്ടുള്ള കാരണം അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞേക്കാം. പക്ഷേ ഇവിടെ ഒന്നാമത് ഇടിമിന്നലിന് ഭയങ്കര സാധ്യതയുള്ള ഒരു ഏരിയ ആയിട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മുടെ തൊട്ടടുത്തൊരു ടവറുണ്ട്. ആ ടവറിന്റെ താഴ്ഭാഗം നോക്കി അതിന്റെ ചോട്ടിൽ എങ്ങാനും വലിയ ഇടി വന്നു കഴിഞ്ഞാൽ ടവറെ പിടിച്ച് പൊക്കോളുന്ന നമ്മള് എല്ലാം പേടിത്തൊണ്ടന്മാരാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ സ്ഥലം അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു കിടിലൻ സ്ഥലവുമായിട്ട് നമ്മളുടൻ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ.